ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ LGS വേരിയസ് കാറ്റഗറി നമ്പർ 535/2023 ഇതിൻ്റെ എല്ലാ ജില്ലയിലെയും റാങ്ക് ലിസ്റ്റ് ഇന്ന് 18/7/2025 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പഴയ റാങ്ക് ലിസ്റ്റായ 548/2019 17-ാം തീയതി രാത്രി 12 മണിക്ക് അവസാനിച്ചു. തൊട്ട് പിറ്റേ ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് ആക്റ്റീവായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വേക്കൻസിയും കൂടെ പഴയ റാങ്ക് ലിസ്റ്റിൽ കിടപ്പുണ്ട്. അതും കൂടെ അഡ്വൈസ് അടിച്ചതിന് ശേഷം മാത്രമേ ഈ പുതിയ റാങ്ക് ലിസ്റ്റിലോട്ട് വേക്കൻസി ആടാവിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ പുതിയ റാങ്ക് ലിസ്റ്റിൽ, അതായത് 535/2023 എന്ന് പറയുന്ന ആ റാങ്ക് ലിസ്റ്റിൽ 3 ജില്ലയിൽ കുറച്ച് വേക്കൻസി, അതായത് നമ്മൾ വയനാട്ടിൽ ഉണ്ടാകുന്ന വേക്കൻസി ആടായിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നു. ആദ്യമേ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഇന്ന് ഈ വീഡിയോയിലിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ റാങ്ക് ലിസ്റ്റിൻ്റെ, അതായത് പുതിയ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു അനാലിസിസ് ആണ്. ഷോർട്ട് ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിലും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്, കുറച്ച് ആൾക്കാർ വല്ലതും കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ജില്ലയിലെയും നമ്മുടെ റാങ്ക് ലിസ്റ്റ് നല്ലതുപോലെ പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോ ജില്ലയിലെയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റിൽ, അതായത് ഷോർട്ട് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ 1094 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1139 പേരാണ് ഉണ്ടായിരുന്നത്. DAയിൽ 44 പേര്, അങ്ങനെ 2277 പേരായിരുന്നു ആ ഷോർട്ട് ലിസ്റ്റിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ 1090 പേര്, 4 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1087, 1139 ആയിരുന്നു സപ്ലിമെൻ്ററി ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേന് അത് 1087 മാറി. DAയിൽ 45 പേരായി. നിങ്ങൾ ചോദിക്കും, DAയിൽ അന്ന് ഷോർട്ട് ലിസ്റ്റിൽ 44 പേരായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ 45 പേര് അങ്ങനെ വന്നു. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, DAയുടെ LDCPയിൽ കുറച്ച് പെർസെൻറ്റേജ് കൂടെ ആഡായിട്ടുണ്ട്. അത് ആഡായിട്ടുണ്ട്. അങ്ങനെയാണ് കുറച്ച് ആൾക്കാരുടെ DA LDCPയിൽ ഉൾപ്പെട്ടത്. അങ്ങനെയാണ് 45 പേര് DAയിൽ വന്നത്. ഓക്കെ, 44 പേരായിരുന്നു DA നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേന് അത് 45 പേരായി. പല ജില്ലയിലും, എല്ലാ ജില്ലയിലും DAയിൽ LDCPയിലുള്ള ആൾക്കാർ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേനും നമുക്ക് അധികം ആൾക്കാരുടെ കൂടുതലായിട്ട് തോന്നാത്തത്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റും തമ്മിൽ തിരുവനന്തപുരം ജില്ലയിൽ 55 പേരുടെ കുറവാണ് സംഭവിച്ചത്. 55 പേരല്ല, ഈ DAയിലൂടെ ആൾക്കാർ വരുമ്പോഴത്തേന് കൂടുതൽ കുറയേണ്ടതായിരുന്നു. പക്ഷേ DAയിൽ LDCPയിലെ ആളങ്ങനെ വന്നതുകൊണ്ടാണ് 55 പേരുടെ കുറവായി സംഭവിച്ചത്. ഓക്കെ, അങ്ങനെയാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യം. ഇനി കൊല്ലത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ 634 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 674 പേരും DAയിൽ 28 പേര്, അങ്ങനെ ടോട്ടൽ 1336 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ടോട്ടൽ ഉണ്ടായിരുന്നത്. അത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേനും കൊല്ലത്ത് 634 പേര് തന്നെ റാങ്ക് ലിസ്റ്റിലുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 668, സപ്ലിമെൻ്ററി ലിസ്റ്റ് കുറച്ച് പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. DAയിൽ നിന്ന് നോക്കിയേ, DAയിൽ 28 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ 43 പേരായി മാറി. അങ്ങനെ ടോട്ടൽ 1345 പേരാണ് കൊല്ലത്ത് ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഉള്ളത്. 1336 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത്. അത് 9 പേര് അവിടെ കൂടിയിട്ടുണ്ട്. ഓക്കെ, പത്തനംതിട്ട നോക്കുമ്പോൾ പത്തനംതിട്ടയിലെ ഷോർട്ട് ലിസ്റ്റിൽ 403 പേരാണ് ഉണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 415 പേര്, DAയിൽ 20 പേര്, അങ്ങനെ ടോട്ടൽ 838 പേരാണ് പത്തനംതിട്ട ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേനും 400 പേരായി മാറി. മെയിൻ ലിസ്റ്റിൽ 403 പേരായിരുന്നു, 3 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 406 പേര് ഉണ്ട്, 415 പേരായിരുന്നു, 406 പേരായി അവിടെ കുറഞ്ഞു. DAയിൽ 20 പേരായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 22 പേരായി മാറി. അങ്ങനെ ടോട്ടൽ 828 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ റാങ്ക് ലിസ്റ്റിലുള്ളത്. ഷോർട്ട് ലിസ്റ്റിൽ 838 പേരാണ്, അവിടെ 10 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ആലപ്പുഴയിൽ 520 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്, മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 546 പേര്, DAയിൽ 20 പേര്, അങ്ങനെ ടോട്ടൽ 1086 പേരാണ് ആലപ്പുഴ ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 516 പേരായി മെയിൻ ലിസ്റ്റിൽ, 4 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 537 പേരായി കുറഞ്ഞു. DAയിൽ 29 പേരായി മാറി. അങ്ങനെ ടോട്ടൽ ആലപ്പുഴ ജില്ലയിൽ 1082 പേരാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ളത്. അവിടെ 4 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി കോട്ടയത്തോട്ട് പോകുമ്പോൾ കോട്ടയത്ത് ഷോർട്ട് ലിസ്റ്റിൽ 522 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 547 പേര്, DAയിൽ 20 പേര്, ടോട്ടൽ 1089 പേര്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ 517 പേരായി കുറഞ്ഞു.
സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 529 പേരായി കുറഞ്ഞു, ടി എയിൽ 22 പേരായി കൂടി. അങ്ങനെ 21 പേരുടെ കുറവാണ് കോട്ടയത്ത് ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്ത് ഒരു വേക്കൻസി ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇടുക്കിയിൽ 446 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 465 പേര്, ഡി എയിൽ 20 പേര്, അങ്ങനെ 931 പേരാണ് ഇടുക്കിയിൽ ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ 443 പേരായി കുറഞ്ഞു, 454 പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റും കുറഞ്ഞിട്ടുണ്ട്. ഡി എയിൽ 23 പേരായി കൂടി. അങ്ങനെ ടോട്ടൽ 920 പേരാണ് ഇടുക്കി ജില്ലയിലുള്ളത്. റാങ്ക് ലിസ്റ്റിൽ 11 പേരുടെ കുറവാണ് അവിടെ സംഭവിച്ചത്. ഇനി എറണാകുളത്ത് 793 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. 829 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നത്. 32 പേരാണ് ഡി എയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ 1654 പേരാണ് എറണാകുളത്ത് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴേ 789 പേരായി കുറഞ്ഞു. മെയിൻ ലിസ്റ്റിൽ 793 പേരായിരുന്നു, 789 ഇവിടെ കുറഞ്ഞു. 806 പേരാണ് മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 829 ആയിരുന്നു ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത്. അത് 806 പേരായി കുറഞ്ഞു. ഡി എയിൽ 38 പേരായി കൂടി. അവിടെ 32 ആയിരുന്നു, 6 പേരോട് അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1633 പേരാണ് ഇപ്പോഴത്തെ എറണാകുളം ജില്ലയിലുള്ളത്. 21 പേരുടെ കുറവാണ് അവിടെ സംഭവിച്ചത്. ഇനി തൃശ്ശൂർ 687 പേരായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. 643 പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത്. ഡി എയിൽ 24 പേര്. അങ്ങനെ ടോട്ടൽ 1354 പേരായിരുന്നു തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 679 പേര് മെയിൻ ലിസ്റ്റിൽ വന്നു. അവിടെ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 620 പേരായി കുറഞ്ഞു. അതുപോലെ തന്നെ ഡി എയിൽ 37 പേരായി കൂടി. അങ്ങനെ ടോട്ടൽ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിലുള്ളത് 1336 പേരാണ്. 18 പേരുടെ കുറവാണ് അവിടെ സംഭവിച്ചത്. ഈ പാലക്കാട് ഷോർട്ട് ലിസ്റ്റിൽ 622 പേരാണ് ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 643 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഡി എയിൽ 24 പേര്. അങ്ങനെ ടോട്ടൽ 1289 പേര് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 619 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. 630 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഡി എയിൽ 33 പേരായി കൂടിയിട്ടുണ്ട്. ഓക്കെ, മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും അവിടെ ആൾ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1282 പേരാണ് പാലക്കാട് ഉള്ളത്. അവിടെ 7 പേരുടെ കുറവാണ് അവിടെ സംഭവിച്ചത്. ഇനി മലപ്പുറത്തോട്ട് വരുമ്പോൾ മലപ്പുറത്ത് ഷോർട്ട് ലിസ്റ്റിൽ 720 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 750 പേരുണ്ടായിരുന്നു. ഡി എയിൽ 28 പേര്. അങ്ങനെ ടോട്ടൽ 1498 പേരാണ് മലപ്പുറത്ത് ഉണ്ടായിരുന്നത്. അത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 717 പേരായി മെയിൻ ലിസ്റ്റിൽ കുറഞ്ഞിട്ടുണ്ട്. 737 പേരായി സപ്ലിമെൻ്ററി ലിസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. 42 പേരായി ഡി എയിൽ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1496 പേരാണ് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ മലപ്പുറത്തുള്ളത്. 2 പേരുടെ കുറവാണ് അവിടെ സംഭവിച്ചത്. ഇനി കോഴിക്കോട് 690 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 725 പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 28 പേര് ഡി എയിൽ. അങ്ങനെ ടോട്ടൽ 1443 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ 689 പേര്, ഒരാളോടെ കുറഞ്ഞിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 712 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഡി എയിൽ 43, ഡി എയിൽ അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1444 പേരാണ് കോഴിക്കോടുള്ളത്. കോഴിക്കോട് ഒരു വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഒരാളുടെ കൂടുതലാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് 1443 ആയിരുന്നു ഷോർട്ട് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേന് 1444. അതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വയനാട് 344 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 364, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 20 പേര് ഡി എയിൽ. അങ്ങനെ 728 പേരായിരുന്നു വയനാട് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും 342 പേര് മെയിൻ ലിസ്റ്റിൽ വന്നു. അവിടെ 2 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 350 പേര്, അവിടെ ആൾ കുറഞ്ഞിട്ടുണ്ട്. 19 പേര് ഡി എയിൽ, അവിടെ ആൾ കുറഞ്ഞിട്ടുണ്ട്. ഡി എയിൽ ആൾ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 711 പേരാണ് ഇപ്പോഴത്തെ വയനാട് റാങ്ക് ലിസ്റ്റിലുള്ളത്. വയനാടും ഒരു വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. 17 പേരുടെ കുറവാണ് ടോട്ടൽ അവിടെ സംഭവിച്ചത്, ഷോർട്ട് ലിസ്റ്റും മെയിൻ ലിസ്റ്റും തമ്മിൽ. കണ്ണൂർ 648 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 674 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നു. 28 പേര് ഡി എൽ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 1350 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ കണ്ണൂരുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 648 പേര് തന്നെ ഉണ്ട്. മെയിൻ ലിസ്റ്റിൽ 661 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഡി എയിൽ 35 പേര്, അവിടെ ഡി എ കൂടിയിട്ടുണ്ട്. 1344 പേരാണ് കണ്ണൂർ ഇപ്പോൾ ടോട്ടൽ ഉള്ളത്. കണ്ണൂർ 6 പേരുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കാസർഗോഡ് 398 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 415 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഡി എയിൽ 20 പേര്. അങ്ങനെ ടോട്ടൽ 833 പേരാണ് കാസർഗോഡ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 397 പേരായി ഒരാളവിടെ കുറഞ്ഞിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 411 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡി എയിൽ 23, ഡി എയിൽ 3 പേരവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 831 പേരാണ് കാസർഗോഡ് റാങ്ക് ലിസ്റ്റിലുള്ളത്. അവിടെ 2 പേരുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കൊല്ലവും കണ്ണൂരും ആൾക്കാരുടെ വ്യത്യാസം മാറ്റമില്ല. അതായത് മെയിൻ ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം മാറ്റമില്ല. കൊല്ലത്ത് 634 പേര് ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കൊല്ലത്ത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴും 634 പേര് തന്നെയാണ്. ഈ കണ്ണൂർ വരുമ്പോൾ കണ്ണൂരും 648 പേരാണ്
പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 648 പേര് തന്നെ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓവറാൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു അനാലിസിസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു DAയുടെ കാര്യം. DAയുടെ ആ ഒരു LDCP അത്രയും പെർസെൻറ്റേജ് കൂടി വന്നതുകൊണ്ടാണ് അത്രയും ഒരു കുറവായിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ മെയിൻ ലിസ്റ്റും ലിസ്റ്റ് മാത്രം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശ ഐഡിയ കിട്ടും. അതായത് തിരുവനന്തപുരം 1094 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 1090 4 പേരോടെ കുറഞ്ഞു. കണ്ണൂരും കൊല്ലത്തും എല്ലാവരും ഞങ്ങൾ കൊല്ലം കണ്ണൂരും ഒരുപോലാണ്. പല LD എക്സാമൊക്കെ നടക്കുന്നത് കൊല്ലം കണ്ണൂർ ഒരുമിച്ചാണ്. അതുകൊണ്ട് കൊല്ലം കണ്ണൂരും എല്ലാ ആൾക്കാരും പോയി വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 ജില്ലയിൽ വേക്കൻസി ആഡായിട്ടുണ്ട്. കോട്ടയം, അതുപോലെ തന്നെ കോഴിക്കോട്, അതുപോലെ തന്നെ വയനാട്. അപ്പോൾ ഇത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ LGS വേരിയസ് കാറ്റഗറി നമ്പർ 535/2023 ഓവറാൾ ഒരു അനാലിസിസ്. ബാക്കിയെല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് വേക്കൻസി റിപ്പോർട്ടാകുന്നതും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റൊട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. എല്ലാം നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.